ജോൺസിനയെ ഡൊമിനിക് മിസ്റ്റീരിയോ ബാരിക്കേഡിന്റെ മുകളിൽ നിന്നും ഒരു ഹറിക്കേനറ ചെയ്യുകയുണ്ടായി. എന്നാൽ അത് ചെയ്യുന്ന സമയത്ത് ഡൊമിനിക്കിന് ഒരു ഇഞ്ചുറി പറ്റുകയുണ്ടായി. ഇഞ്ചുറി പറ്റി പണി പാളി എന്നുള്ളത് വിചാരിച്ച് ജോൺസിനയുടെ ഏറ്റവും അവസാനത്തെ PLE നഷ്ടത്തിലായി, വെള്ളത്തിലായി എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇവിടെ നിന്നും നടന്നിട്ടുണ്ടായിരുന്നത് ഒരു ട്വിസ്റ്റ് ആയിരുന്നു. റഫറി ആ സമയത്ത് ഡോക്ടറെ എല്ലാം തന്നെ വിളിച്ചുകൊണ്ട് ഡൊമിനിക് മിസ്റ്റീരിയോയെ നോക്കുകയായിരുന്നു. എന്നാൽ ഈ ഇടയ്ക്കായിരുന്നു റാക്കൽ റോഡ്രിഗസും റോക്സാൻ പാരസും, അതായത് ഡൊമിനിക്കിന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന 2 വുമൺസ് കൂടി വന്നുകൊണ്ട് ജോൺസിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 വുമൺ റെസ്ലേഴ്സ് ആയിരുന്നു ജോൺസിനെ ഒരു രക്ഷയുമില്ലാതെ ആ ഒരു റിംഗിൽ നിന്നും അറ്റാക്ക് ചെയ്തത്. അതേസമയം തന്നെ ഡൊമിനിക് മിസ്റ്റീരിയോ വന്നുകൊണ്ട് ഒരു 619 ചെയ്യുകയും ഒരു സ്പ്ലാഷ് ചെയ്യുകയും ചെയ്തു. അതെ, ഡൊമിനിക്കിന്റെ ഇഞ്ചുറി ഒരു ഫേക്ക് ഇഞ്ചുറി ആയിരുന്നു. അദ്ദേഹം ഫേക്ക് ഇഞ്ചുറി നടിച്ചതായിരുന്നു. പിന്നീട് സീന ഷോൾഡർ ടാക്കിൾ ചെയ്യുകയുണ്ടായി. എന്നാൽ ഡൊമിനിക് അവിടെ നിന്നും മാറിയിട്ട് ഷോൾഡർ ടാക്കിൾ കിട്ടിയിട്ടുണ്ടായിരുന്നത് റഫറി കിട്ടായിരുന്നു. പിന്നീട് വീണ്ടും സീന സബ്മിഷൻ മൂവ് ചെയ്തു. അപ്പോഴേക്കും JD മക്ഡോണയും ഫിൻ ബാലറും കൂടി കടന്നു വന്നു. ഒരു ഡബിൾ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു ഫിൻ ബാലറിനും JD മക്ഡോണയ്ക്കും കൊടുത്തിട്ടുണ്ടായിരുന്നത്. വേഗം തന്നെ റഫറിയെ റിംഗിലേക്ക് വിളിക്കുകയുണ്ടായി. പക്ഷെ അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത് റഫറി ആയിരുന്നില്ല, ലിവ് മോർഗൻ ആയിരുന്നു. ലിവ് മോർഗൻ റിംഗിലേക്ക് വന്ന് ഡൊമിനിക് മിസ്റ്റീരിയോയുമായിട്ട് ഫേസ് ടു ഫേസ് നിന്നു. ഡൊമിനിക്കിന്റെ മോന്തക്കിട്ടൊരു അടി കൊടുക്കുകയുണ്ടായി. എന്നിട്ട് സീനയെ കെട്ടിപ്പിടിച്ചു സീനയുടെ മേലേക്ക് കയറുകയുണ്ടായി. പക്ഷേ സീനയെ ചതിച്ചുകൊണ്ട് ഒരു ലോ ബ്ലോ ചെയ്തുകൊണ്ട് ഡൊമിനിക്കിന്റെ കൂടെ തന്നെ ലിവ് മോർഗൻ ചേർന്നു. ലിവ് മോർഗൻ ചാമ്പ്യൻഷിപ്പ് ബെൽറ്റ് ഉപയോഗിച്ച് സീനയുടെ മോന്തക്കിട്ടടിച്ചു. ഡൊമിനിക് മിസ്റ്റീരിയോ ഒരു സ്പ്ലാഷ് ചെയ്തുകൊണ്ട് ആ ഒരു മാച്ചിൽ ഡൊമിനിക് തന്നെയായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്.